നിങ്ങളുടെ ഐഫോണിലെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇതുപോലുള്ള കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിലെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് ഐഫോണിൽ യൂസ്ഫുൾ ആയേക്കാവുന്ന ഒരു 5 ഫീച്ചേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഫീച്ചർ ആക്സസ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ ബോട്ടം സൈഡിൽ കാണുന്ന ഈ കാൽക്കുലേറ്റർ ഐക്കണിൽ ടാപ്പ് ചെയ്ത് കൺവേർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കാണുന്ന 2 നമ്പേഴ്സ് നമുക്ക് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇതിൽ ബോൾഡായിട്ട് കാണിച്ചിരിക്കുന്ന 6 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മുടെ ഇൻപുട്ട്. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ട്. കൺവേർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറൻസി കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. എന്നാൽ കൂടുതൽ യൂണിറ്റ്സിനായിട്ട് നമുക്ക് ആ കറൻസിയുടെ യൂണിറ്റിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കുറേ ഓപ്ഷൻസ് കിട്ടും. ഇവിടെ നമുക്ക് ലെങ്ത്, അതുപോലെ തന്നെ സ്ക്വയർ ഏരിയ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ ഞാൻ ലെങ്താണ് ചൂസ് ചെയ്തത്. അവിടെ നമുക്ക് സെൻറ്റിമീറ്റർ ചൂസ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സെൻറ്റിമീറ്റർ അടിച്ച് കഴിഞ്ഞാൽ അത് എത്ര ഇഞ്ചാണെന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് പെട്ടെന്ന് നോർമലായിട്ടുള്ള കാൽക്കുലേറ്റർ ഒന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നേരത്തെ കണ്ട ആ ഒരു കൺവേർട്ട് ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കാൽക്കുലേറ്റർ ലഭിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ ഒരിക്കൽ കൺവേർട്ട് ചെയ്യാനുള്ള യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോഴും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത യൂണിറ്റ് തന്നെ ആയിരിക്കും വരിക. നമുക്കിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൺവേർട്ട് ഓപ്ഷൻ ഉണ്ടാവുന്നതാണ് കറൻസിക്ക് പകരമായിട്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്തൊരു ഓപ്ഷൻ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫീച്ചറാണ്. നമ്മുടെ ഹോം സ്ക്രീനിൽ ആപ്ലിക്കേഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് സിരിയുടെ ആപ്പ് സജഷൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് വിഡ്ജറ്റ് തന്നെ ചൂസ് ചെയ്ത് നമുക്ക് ഡൈനാമിക് ആയിട്ട് മാറി നമുക്ക് ഷോ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഹോം സ്ക്രീനിൽ ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ടൈം കളയേണ്ട കാര്യമില്ല. വിഡ്ജറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഷോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ആഡ് ചെയ്യാനായിട്ട് നേരെ വിഡ്ജറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സിരി സജഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സജഷൻസ് ഉണ്ട്, ഷോർട്ട് കട്ട്, അങ്ങനത്തെ ഒരുപാട് സജഷൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ആപ്പ് സജഷനാണ്. അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് വിളിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഇതൊരു വിഡ്ജറ്റായിട്ട് നമുക്ക് തോന്നത്തേയില്ല. ആപ്ലിക്കേഷൻ അവിടെ എങ്ങനെ കിടക്കുന്നു ആ രീതിയിലായിരിക്കും പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും കിടക്കുക. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒരു ലിസ്റ്റാണ്. ഇപ്പം അപ്ഡേറ്റ് ആയത് നിങ്ങൾ കണ്ടില്ലേ, ആ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ നമ്മൾ ഒരു വിഡ്ജറ്റോട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഒരു സജഷൻസ് നമുക്ക് ഹോം സ്ക്രീനിൽ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ വേറൊരു സ്മാർട്ട് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഷോ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്നും തന്നെ നമ്മൾ ഹോം സ്ക്രീനിൽ വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഹോം സ്ക്രീനിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സജഷനായിട്ട് കാണിക്കത്തുമില്ല. പിന്നെ അതേപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ ചില ആപ്ലിക്കേഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഹോം സ്ക്രീനിൽ വിഡ്ജറ്റിനകത്ത് ഷോ ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു സിരി സജഷനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചറാണ് ഇത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സഫാരി ബ്രൗസറിനെ സംബന്ധിക്കുന്ന ഒരു ടിപ്പാണ്. നമ്മൾ സഫാരി ബ്രൗസറിൽ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്തതിന് ശേഷം മിക്കപ്പോഴും നമ്മൾ ടാബുകൾ ക്ലോസ് ചെയ്യാറില്ല. ഇപ്പം ഈ ഒരു കേസിൽ എനിക്ക് ഇതിനകത്തൊരു 5 ടാബുകൾ ഓപ്പൺ ആയിട്ടിരിപ്പുണ്ട്. ഇത് നമ്മൾ മാനുവലി ക്ലോസ് ചെയ്യാനായിട്ട് മിക്കപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അതിനൊരു എഫോർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഒരു മാസത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി, ഒരു 1 വീക്കിന് ശേഷം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ ഈ ഒരു ഫോണിൽ വെറും 5 ടാബുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ ചിലവരുടെയൊക്കെ ഫോണിൽ 100-ലധികം ടാബുകൾ ഒരേ സമയം ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രൗസറിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കും. അതുപോലെ ബാറ്ററി കൺസംഷൻ, സ്റ്റോറേജ് ഇതൊക്കെ കൂട്ടുവാനും ഒരു കാരണമാണ്. ഇത് നമുക്ക് മാനുവലി അല്ലാതെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാനായിട്ട് സഫാരിയുടെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലോസ് ടാബ്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് മാനുവലി എന്നാണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈം പീരീഡ് 1 വീക്കോ 1 മന്തോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ ഇതിൽ 1 മന്തിൽ കൂടുതലും നമുക്ക് ഒരു ടാബ് ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം പിന്നീട് വരുന്നതല്ല. അപ്പം ഇനി അഥവാ വന്നാൽ ഈ 10-50 ടാബ് കിടക്കുമ്പോഴത്തേക്കും നമുക്കിത് ചൂസ് ചെയ്യാനും പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഫോർട്ട് ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടാബ്സ് ക്ലോസ് ആയിട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം ഒരു സിംഗിൾ ടാബിൽ നമുക്ക് പെട്ടെന്ന് വ്യൂ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ്. ഈ ഒരു സെറ്റിംഗ്സ് അപ്ലൈ ചെയ്യുന്ന വഴി നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ വന്ന് കിടക്കുന്ന ഒഴിവാക്കി ഒരു ക്ലീൻ ആയിട്ടുള്ള ലോക്ക് സ്ക്രീൻ എപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കാനായിട്ട് നമുക്ക് നേരെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷനിലെ നോട്ടിഫിക്കേഷനിലേക്ക് ചെല്ലാൻ പറ്റും. ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതല്ല ഞാൻ പറയാൻ പോകുന്ന ടിപ്പ്. ഏറ്റവും ടോപ്പിൽ കാണുന്ന കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ആപ്ലിക്കേഷനുകളിൽ നിന്ന് വന്നിട്ടുള്ള ടോട്ടൽ നോട്ടിഫിക്കേഷനുകളുടെ ഒരു കൗണ്ട് മാത്രമായിരിക്കും ഏറ്റവും ബോട്ടം സൈഡിൽ കാണിക്കുക. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ്റെ കൗണ്ടിൽ നിന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണോ കൗണ്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 3 നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ആ 3 നോട്ടിഫിക്കേഷൻ മാത്രം കാണിക്കുന്നതാണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ടാപ്പിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു ടിപ്പ് നമ്മൾ മിക്കവർക്കും അറിയാവുന്നതായിരിക്കാം, പക്ഷെ എന്നാൽ അറിയാത്തവർക്കായിട്ട് മാത്രം ഞാനൊന്ന് പറയുന്ന ടിപ്പാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് അറിയാവില്ലയോ എന്നുള്ളത്.
നമ്മൾ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് ഈ രീതിയിൽ റീസെൻ്റ് ആപ്പ് എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ആ ഒരു നാവിഗേഷൻ ബാർ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ് ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഇത്തരം കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.